ഹലോ ഗായ്സ്. ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഞങ്ങള് കുറച്ചായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഓരോ സ്ഥലത്തൊക്കെ കയറിയോണ്ടാണ്. ഇപ്പൊ ഇവളുമാർ രണ്ടും ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പണ്ട്. ഇപ്പൊ എല്ലാം വേറെ വേറെ സമയം കിട്ടുന്നില്ല. പക്ഷെ ഇന്ന് തൊട്ട് ഞങ്ങൾ വ്ലോഗ് ഇട്ടിരിക്കും. അല്ല, അത് ഞങ്ങൾ ഇന്ന് സ്നേഹമോളുടെ വീട്ടിൽ വന്നേക്കാണ്. സ്നേഹമോളുടെ വീട് പുനലൂരാണ്. അപ്പൊ ഇന്നലെ നൈറ്റ് വന്നു. ഇന്നലെ വന്നപ്പോ തൊട്ടുള്ള ഇടണോന്ന് വിചാരിച്ചതാ. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. ട്രെയിനിൽ നിന്ന് തൂങ്ങിയൊക്കെയാണ് വന്നത്. ഞങ്ങള് ബുക്കൊന്നും ചെയ്യാതെ വിനീതമോള് ആദ്യമായിട്ടാണ് വ്ലോഗിൽ കയറുന്നത്. നമ്മുടെ വിനീതമോള് കാണും. ഇനി നിങ്ങൾ കാണുന്നത് വിനീതമോളുടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിനീതമോളുടെ വീട്ടിലായിരുന്നു പോയത്. ഇപ്രാവശ്യം സ്നേഹമോളുടെ വീട്ടിൽ. അടുത്തത് ഞങ്ങൾ അങ്ങോട്ട് വരും, ഇടുക്കിയിലോട്ട്. ഈ അടുത്ത ഇടുക്കിയിലോട്ടാണ് എല്ലാരും കൊണ്ടുപോകുന്നത്. അപ്പൊ ആൾക്കൂട്ടം കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം. അതെ അതെ അതെ. ഇപ്പം സ്നേഹയുടെ വീട്ടിൽ ഇപ്പൊ ആരും ഇല്ല. എല്ലാരും പള്ളിയിൽ പോയേക്കുവാണ്. ഇന്ന് ഗുഡ് ഫ്രൈഡേ അല്ലേ? അപ്പൊ എല്ലാരും അതെ ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വൈകിട്ടേ പോകുന്നത്. 3 മണിക്ക് ശേഷം ഞങ്ങൾ ഇവിടെയൊക്കെ പോകുന്നുള്ളൂ. ഇവിടെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. അതെ, ഞങ്ങള് പറയട്ടെ വിചാരിച്ചു. അപ്പൊ ഇപ്പൊ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീടൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നല്ലൊരു ആംബിയൻസ് ആണ്. ഞങ്ങളിത് അകത്ത് ഇച്ചിരി വെട്ടം കുറവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളി വന്ന് നിന്ന് എടുക്കുന്നതാണ്. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് കണ്ട് ഞങ്ങൾക്ക് ഇംപ്രസ് ആയെന്ന് പറയും മാങ്ങ. ഈ മാവേന്ന് ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ച് ഉപ്പൊക്കെ കൂട്ടി കണ്ട് കണ്ട് മടുത്തൊക്കെയാണ്. എന്നാലും നമുക്കൊന്നും കൂടെ കാണാം. എന്തേലൊക്കെ ഇടണ്ടേ? അതൊക്കെ വേണ്ട. അപ്പൊ നമുക്ക് മാങ്ങ പറിക്കാം. അപ്പൊ നമുക്ക് മാങ്ങ പറിക്കാം. അപ്പുറത്തെ പറമ്പില്ല. എടി എടി ഞാൻ പറയാം, മാങ്ങ കുറവല്ലേ? അപ്പൊ ഒരു 2-3 പറിച്ചാൽ മതി. ഇവര് ഭയങ്കര മാങ്ങ പറയാണ് ഗൈസ്. യെസ്, കാണിക്കൂ. ഇതെന്തോ റെയർ പീസ് ആയിട്ടുള്ള ഒരു മാങ്ങയാണ്. മുറിച്ച് തിന്നുമ്പോ നമുക്ക് അറിയാൻ പറ്റും. കുഞ്ഞിലത്തെ മാവേലുണ്ടായിരിക്കുന്നത്. യെസ്, വിനീതയ്ക്ക് വായിക്കാൻ എടുക്കുമ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞങ്ങൾ പോയി മാങ്ങ തിന്നാം. അപ്പൊ മാങ്ങ തിന്നുന്നൊക്കെ കാണിക്കാം. അതെ, നല്ല ഫ്രഷ് മാങ്ങയാണ്. അത് പറിച്ച് തിന്നാം. അപ്പം ഞങ്ങള് മാങ്ങ ചെത്താൻ പോവാണ്. മാങ്ങ ഞങ്ങൾ ചെത്തി ഉപ്പൊക്കെ കൂടി തിന്നണം. ഒരു കാര്യം ചെയ്യും, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ അതുപോലെ ഇട്ടായിരിക്കും. വളരെയധികം സാഹസികമായി തന്നെയാണ്. ഞാൻ പെട്ടെന്ന് ഓർത്ത് വൈനാണ്. ഞങ്ങളിപ്പോ വൈനല്ല, ഇത് എണ്ണയാണ്. ഈ വൈൻ നമുക്കൊന്ന് നോക്കാം. ഇത് പകുതിയാക്കി തീർത്തായിരുന്നു. അതുണ്ടാവില്ല. മധുരം ഉണ്ടല്ലേ? വേറെ എന്തൊരു നോക്കൂ ഭയ. ഇത് നമുക്ക് ഉണ്ണിയോട് കുടിപ്പിക്കാം. നിനക്കല്ലേ ഇഷ്ടം, നീ കുടിക്കുക. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എക്സ്പ്രഷൻ ഒന്നും ഇടാത്തതാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. പക്ഷെ ഈ മാങ്ങയ്ക്ക് പുളിയില്ല കഴിച്ച. അത് കാരണം തിന്നാൻ ഒരു ടേസ്റ്റാണ്. സ്നേഹമോള് വരുമ്പത്തേനും സ്നേഹമോളുടെ വീട്ടിൽ ഇനി മിക്കവാറും ഒന്നും കാണത്തില്ലാതെ വരും. നിനക്ക് എന്തേലും പറയാനുണ്ടോ? ഉണ്ണിക്ക് മാങ്ങ അരിയുന്നതിലൂടെ എന്തേലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തേലും പറയാനുണ്ടോ? പിന്നെ നമുക്ക് എന്തേലും പറയാനുണ്ടോ? ഞങ്ങൾ മുളക് പൊടി ഉപ്പൊക്കെ കൊണ്ട് വിതറുവാണ്. മതി കുറച്ചുകൂടെ. ഉപ്പിട്ടല്ലോ? വേണ്ട. നമ്മുടെ മാങ്ങ റെഡി. ഇനി നമ്മൾ കഴിക്കേണ്ട ഒരു താമസം കൂടെ ഉള്ളൂ. നമുക്കത് ഇച്ചിരി ഇട്ടു. എടി എന്തേലും പറ്റുമോ നമുക്ക്?
കൂടി വന്നാ മരിക്കും. മതി 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 മതി. കുരുമുളക് പൊടി വെറുതെ ഞങ്ങളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഇളക്കാൻ പോവുകയാണ്. ഇനി ഇളക്കാം നമുക്ക്. ഇനി വയറിളക്കാം. എന്നിട്ട് തിന്നാ. മാങ്ങ കാണാത്ത പിള്ളേര് ഇവിടെ ഇരിക്കാടി. വീട്ടിൽ പോലും മാങ്ങ കിട്ടിയ തിന്നത്തില്ല. അത് സത്യമല്ലേ. ഞങ്ങൾ എല്ലാരും കൂടെ കൂട്ടം കൂടി ഇരുന്ന് ഇനി മാങ്ങ കഴിക്കാൻ പോവാണ്. നമ്മുടെയൊക്കെ ഇവിടെ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടെ കഴിച്ച് കാണിക്കാം. യെസ്, ഇളക്കിക്കൊണ്ടിരിക്കല്ലേ. ഇനി കഴിക്കാം. നല്ല എന്താ പറയുന്ന ക്യാമറ അവിടെ തന്നെ നിർത്തണം. സത്യം പറഞ്ഞ പുളിയില്ല അല്ലേ. ഈ മാങ്ങ വേറെ ഒരു ഇനത്തിൽപ്പെട്ട മാങ്ങയുണ്ട്, പുളിയില്ല. ഇന്നെ ഇത് മറ്റേ ഇതാണോ തോന്നുന്നത്? കപ്പ മാങ്ങയാണോ? അച്ഛൻ പള്ളിയിലൊന്ന് പോണം. എന്നിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് പുനലൂര്, അപ്പൊ അത് കാണാൻ പോണം. അപ്പൊ ഞങ്ങൾ ഇത് നിന്ന് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങാം. അപ്പൊ എല്ലാം കാണാം. തുണിയില്ല. അപ്പൊ ഞങ്ങൾ ഒരുങ്ങി പോവാണ് പള്ളിയിലോട്ട്. ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ. ആരത്? ആരല്ല, ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ടോ അതിനെ തിരാൻ വേണ്ടി. അത് ശരി. ഒരു ഹായ് പറഞ്ഞേര്. അവര് ഈ കളവി ഏതാണ്? ഒരു ഹായ് പറഞ്ഞേര്. ഹായ് ഹായ് ടാറ്റ. ആ ഓക്കെ. അപ്പൊ ഞങ്ങള് നേരെ പള്ളി പോയി കാണാം. അപ്പൊ ഞങ്ങള് സ്നേഹമോള് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും ധൃതി അടിച്ചാണ് ഒരുങ്ങിയത്. ഭയങ്കര ചൂടാണ്. നല്ല കറുപ്പൊക്കെ ഇട്ട് ആ ചൂടത്തെ അങ്ങോട്ടല്ലേ. നല്ല വെയിലുണ്ട് കേട്ടോ. പള്ളിയുടെ സ്നേഹം വിളിച്ചേ. അല്ലോ മണിയുടെ ഫോൺ എടുത്തോടി. വിളിച്ചിട്ടേ പള്ളിയുടെ പേര് പറയാൻ പറ. ഫോട്ടോയ്ക്ക് വരച്ചല്ലേ പറഞ്ഞേ. ഞങ്ങള് പോട്ടെ, ഇടയ്ക്ക് വെച്ച് കാണാം. എല്ലാരും മലരണ പാച്ചിലാണ്. ഇത് പള്ളിയിലോട്ട് ഞങ്ങള് കഞ്ഞി കുടിക്കാൻ പോവാണ്. അപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കഞ്ഞി കിട്ടത്തില്ല. അപ്പൊ സ്നേഹം നമ്മള് സ്പീഡ് വരാൻ പറഞ്ഞേക്കാണ്. ആ ഇത് വഴിയാ. ആ ഇത് വഴി. പക്ഷെ അവിടെ ഗേറ്റ് ആണ്. അവിടെ ഗേറ്റ് പൂട്ടിട്ടൊക്കെ അല്ലേ. അങ്ങനെ പോവാം. അങ്ങോട്ടേക്ക് കയറി വേർത്ത് മേക്കപ്പൊക്കെ പകുതി പോലെ. ഞങ്ങളങ്ങനെ പള്ളി ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സ്പോട്ട് എത്തിയിരിക്കുകയാണ്. മനോഹരമായ കാഴ്ച. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. ഉത്തപ്പൻ. ഇങ്ങനെ നമ്മൾ കിടക്കുവോ? നല്ല മഴ, നല്ല മഴയുണ്ട്. ഞങ്ങൾ സ്നേഹമോളുടെ ആൾക്കാരൊക്കെ വീട്ടിലിങ്ങനെ പോവുകയായിരുന്നു. അപ്പം ഇത് എല്ലാവരുടെ വീട്ടിലും കയറിയിട്ട് ഇറങ്ങി എല്ലാരും അവിടെ ഒക്കെ നിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഉത്തപ്പൻ. വെകിളി പിടിച്ച സാധനമാണ്. മുന്നേ അവിടെ നിപ്പുണ്ട്. നല്ല മഴയുണ്ട്. ഇനി ഞങ്ങൾ എങ്ങനെ ബ്രിഡ്ജ് കാണാൻ പോകുന്ന അറിയാൻ പാടില്ല. എന്നാലും പോകാം നമുക്ക്. ബാ. അങ്ങനെ ഞങ്ങൾ ആ മഴയ്ക്ക് ശേഷമുള്ളൊരു ടൈമിൽ അങ്ങനെ പാലത്തിൻ്റെ അവിടെ എത്തി. ആ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ടൈമായിരുന്നു. അപ്പം ഞങ്ങളൊരു 6 മണി സമയം ചെന്നേ കൊണ്ട് എന്താണ് ഒരു യെല്ലോ സ്കൈ ആ ഒരു ടൈപ്പായിരുന്നു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. എല്ലാവരും ഫോട്ടോയുടെ പുറകെയാണിത്. പുറകെ വിനീതമോൾ നിൽക്കുന്നു. ഞങ്ങൾ പിന്നെ സ്നേഹമോളുടെ വീട്ടിലെല്ലാവരുടെ ഫാമിലീസിലെല്ലായിടത്തും പോയി കണ്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ കുറേ മഴയായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേണ്ടേ ബ്രിഡ്ജ് കാണാൻ വന്നേക്കുവാണ്. പക്ഷെ നല്ല രസമുണ്ട്.
നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഒരു മഴ കഴിഞ്ഞിട്ടുള്ള സമയം കൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. ഇതേ ഇച്ചിരി ഷോയൊക്കെ. ഈ ആറിന്റെ പേരെന്താടി? ഇതാണ് കല്ലടയാറ്. ഞങ്ങളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. എല്ലായിടം പോയി കേറി, എല്ലാരെയും കണ്ടു, സന്തോഷമായിട്ട് മമ്മീനെ കട തന്നെ വന്നതാണോന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല എന്നൊക്കെ. എന്നിട്ട് ഇതണ്ടേ ഇനി ഓരോരുത്തര് പോയി കുളിക്കണം, ഫുഡ് കഴിക്കണം, കിടക്കണം, രാവിലെ 5 നാളെ അടുത്തത്. അപ്പൊ നമ്മള് ഇനി നാളത്തെ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ഈ വ്ളോഗ് ഇവിടെ തീരത്തില്ല, നാളത്തെയും കൂടെ ഇട്ടിട്ട് ഞങ്ങൾ ഇതാക്കത്തുള്ളൂ. ശരി. അപ്പം ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ രാവിലെ എഡിറ്റ് ഇനി അടുത്ത് പോകാൻ വേണ്ടി ഒരുങ്ങാൻ തോന്നുന്നു എല്ലാവരും. തെന്മലയ്ക്കാണ് പോകുന്നത്. അതെ, എങ്ങോട്ടാണ് എവിടെ എത്തുന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു 9 മണിയാകുമ്പോ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. ഇപ്പൊ 11 മണിയായി. ഇനി കുറച്ച് ലേറ്റ് ആയി പോയി. ഇനി ഒരുങ്ങണം, പോണം, അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഞങ്ങളത് വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞിരിക്കുവാണ്. സുഖമായിട്ട് പോവാണ്, തെന്മലയ്ക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ വണ്ടി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാരും ഉണ്ട്, നോക്കൂ. ഓക്കെ, അപ്പൊ നമുക്ക് പതിയെ എല്ലാം കാണാം. ഞങ്ങൾ എല്ലാവരും മടിമടിയിലൊക്കെ ഇരുന്ന് പോവാണ്. എല്ലാവരും അപ്പുറത്തപ്പുറത്തായിട്ടുണ്ട്. ഓട്ടോയ്ക്കാണ് പോകുന്നത്. തെന്മല ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഫ്രണ്ട് വേറൊരാളിരിപ്പുണ്ട്. ഞങ്ങളിപ്പോ ഒരു പ്രത്യേകമായ സ്ഥലത്താണ് പോകുന്നത്. ഇതെല്ലാരും പറയുന്നുണ്ട്. എല്ലാരും സ്ഥലമൊന്നും അറിയത്തില്ല. ഒരു പാലമാണ്, നല്ല അടിപൊളി പാലമാണ്. ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാം. നോക്കൂ ഗൈസ്, നമ്മുടെ ചെറിയ പാലമാണ്. എടി സ്നേഹം, ഇതിലൂടെ കയറത്തില്ലടി. നമുക്ക് ഇതിലെ കൂടെ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ആടത്തൊന്നുമില്ല, തൂങ്ങും. ഇത് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് ഗൈസ്, പക്ഷെ ഞങ്ങൾക്ക് പേടിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലെ കൂടെ പോകാം. എടി ഒത്തിരി അണക്കല്ലേ, ഞാൻ ഫോൺ പിടിച്ചേക്കും. വാ, ഞാൻ അവളുമാരൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടത്തെ വ്യൂ ഇതാണ്. എടി പയ്യടി, ഞാൻ ഫോൺ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആണ്. എടി എന്നെ ആടിപ്പിക്കല്ലേ. എടി നിക്ക് എടി ഐഫോൺ കയ്യിലുണ്ട്. അതാ ഗൈസ്, ഇപ്പൊ പൊട്ടുവെന്നൊക്കെ എല്ലാത്തിനും പേടിയാണ്. ഞാനൊന്ന് വീഡിയോ ഓഫ് ആക്കുവാണ്, കാരണം ഫോൺ എന്റെ കൈമാറിയിരിക്കുന്നു. നമുക്ക് പുറകെ വിനീതയുണ്ട്. നടക്കുന്നു. ഞാൻ നമ്മുടെ ഒരു പട്ടി നീന്തുന്നു, നോക്കൂ. ഇതാണ് പട്ടി നീന്തി പോകുന്നത്. രേശു പോകുന്നത് ഇതാ കാണുന്നു. എന്താ ചെയ്യാനാ ഗൈസ്, ഞങ്ങൾ ഈ കാട്ടിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. വൈൽഡ് ആനിമൽസ് എല്ലാം ക്രോസ് ചെയ്യുന്ന സ്ഥലത്തൂടെയാണ് ഞങ്ങളുടെ യാത്ര. മാമ്പഴത്തറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടുന്ന് കുറച്ച് കാട്ടിക്കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജനവാസമുള്ള സ്ഥലത്തോട് ഞങ്ങൾ എത്തി കേട്ടോ. അവിടെ കുറേ പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് മുറുക്കൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടെ എത്തിയപ്പോൾ നല്ലൊരു വ്യൂ കണ്ട് ഞങ്ങളവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി. അടിപൊളി വ്യൂ ആയിരുന്നു. അവിടെ കുറേ നേരം ഇരുന്ന് പാറയുടെ ഒക്കെ പൊക്കത്തിരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ആ ഇളം കാറ്റൊക്കെ വീശുന്ന സമയത്ത് അതിൽ കൂടെ ഒക്കെ നിൽക്കാൻ നല്ല രസമായിരുന്നു. നമ്മളൊരു 2 മണി ടൈമിലായിരുന്നു അവിടെ ചെന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. തണുപ്പൊക്കെ ഉണ്ട്, ഒരു രസമുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആ ചൂടത്തോടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും. പിന്നെ ഞങ്ങൾ പോയൊരു ഡെസ്റ്റിനേഷൻ 13 കന്നറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ്. കുറേ പടങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. ഒരുപാട് സിനിമകൾ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് ചെറിയൊരു ഗുഹ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങ് നടന്നു. കുറേ നടന്നതിന് ശേഷം ഇതിൽ കൂടെ ട്രെയിനൊക്കെ വരുന്നതാണെന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾ ചുമ്മാ അങ്ങ് നടക്കുമായിരുന്നു. പിന്നെ ആ ടണലിൻ്റെ ആ ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ അകത്തോട്ട് എന്തൊക്കെ ജീവികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചോടിച്ചു. അവിടെ അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊരു ഒരു ഗേറ്റൊക്കെ ചാടിയാണ് കയറിയത്. പിന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ഇതിൻ്റെ അകത്തോട്ട് കുറച്ചേ ഞങ്ങൾ കയറിപ്പോയുള്ളൂ കേട്ടോ. പകുതിയപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങി. വരുന്നൊരു സ്ഥലമാണിത്. നമ്മൾ നേരിട്ട് പോവാണ് നടന്ന്. എല്ലാവരും ഉണ്ണി, നിനക്ക് എന്തെങ്കിലും പറയണ്ടോ?
വിനീതക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യാ അയ്യാ സ്നേഹമോളെ നിനക്കോ? ഓക്കേ എടി എന്തോ വരുന്നേ, ഇച്ചിരി ഇങ്ങോട്ട് നിന്നു. അതെയോ? ഓക്കെ. ചെറുതായിട്ട് ഇച്ചിരി ഇരുട്ടൊക്കെ ഉള്ളൂ. ഓ ഇത്ര ഉള്ളോ തരംഗം? ട്രെയിനൊക്കെ വന്നിരിക്കും. അതെ, കൂവിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സൗണ്ട് ഒക്കെ കേൾക്കാം. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രകാശ് മധു എന്നൊക്കെ പറഞ്ഞോണ്ട്. അങ്ങനെ നമ്മൾ ഇതിലേക്കൂട്ട് നടന്ന് ഇവിടെ എത്തി. നൈസ്. അവിടുന്ന് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ തെന്മല ഡാം ലുക്കൗട്ടിലേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പോയി തെന്മല ഡാമിൻ്റെ അകത്തോട്ടൊന്നും കയറിയില്ല. ഞങ്ങൾ ജസ്റ്റ് പുറത്ത് ഒരു പാർക്ക് ഉണ്ടായിരുന്നു, കുറച്ച് മാങ്ങയൊക്കെ മേടിച്ച് ഉപ്പിലിട്ട് മേടിച്ചൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെയും അതിലേക്കൂടെയൊക്കെ കടന്നു. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു തൂക്കുവാലം പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിലേക്ക് പോയി കയറി. ഇവിടെ കുറേ ഡൈനോസറും കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ കയറി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പാണ് അകത്ത് ഫുള്ള്. കുറേ പൂക്കളും കുറേ കുരങ്ങന്മാരും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വെള്ളമൊക്കെ തൂക്കി പിടിച്ചു. ഇവിടെ കയറാൻ പാസ് അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ച്. ഞങ്ങൾ എല്ലായിടത്തും പോയിരുന്ന സംസാരം കേട്ടോ കൂടുതൽ. എല്ലാവരും കൂടി ഒരു സ്ഥലത്തിരിക്കും, പിന്നെ അങ്ങ് സംസാരമാണ്. അടുത്ത് പോകുന്നവരെല്ലാവരും നോക്കും. പിന്നെ ഈ ഡ്രാഗൺ അല്ല ഇതിൻ്റെ പേരെന്ത്, ഈ ഡൈനോസറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ ആ പോസ്റ്റ് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്ന് നീങ്ങി. മടുത്തെന്ന് പറയാം ഞങ്ങൾ മടുത്ത് കുത്തി. പക്ഷെ ഇവിടെ ഫുള്ള് കുരങ്ങന്മാരാട്ടോ. ഇവിടെ പക്ഷെ നല്ല രസമുണ്ട്. ഇത് തെന്മല ഡാം എന്ന് പറയും. ഇനി ഇവിടെയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഇതിന്റെ നേരെ വീട്ടിലോട്ട് പോകും. വീട്ടിലോട്ടല്ലേ, വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. അതും കൂടെ കവർ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകത്തുള്ളൂ. ഇപ്പൊ തന്നെ ഒരു സമയം 4:30 ഒക്കെ ആയി. മടുത്തെന്ന് വെച്ചാൽ മടുത്തു, പക്ഷെ മടുത്തെന്ന് വെച്ചാൽ മടുത്തില്ല. എന്തോ പറ്റി. പിന്നെ നല്ല മഴമൂടലും കാര്യങ്ങളൊക്കെയാണ്. മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ ഞങ്ങൾ വീട്ടിലോട്ട് നേരത്തെ വന്നേക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇറക്കി വിട്ടേക്കുന്നത്. ഇനി ചെന്ന് കഴിയുമ്പോൾ മമ്മിയുടെ ഒന്ന് വഴക്ക് കേൾക്കുമോ ഇല്ലയോ എന്നറിയാം. എൻജോയ്മെന്റ് ഫുൾ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നടന്നു പോവാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ പുതുമയൊന്നും ഇല്ല, കാരണം ഞങ്ങളൊരു ഇടുക്കിയിലാണ്. അതുകൊണ്ട് ഡാമുകളേ ഉള്ളൂ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്നാലും പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നു. ആ കാട്ടിൽ കൂടെ ഇറങ്ങിയപ്പോ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാരും ഓരോ പരിപാടിയൊക്കെ ആയിട്ടിരുന്നു. പിന്നെ ഇതൊക്കെ രസമുണ്ട്, ഈ പോകുന്ന വഴിയും നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ എന്തായാലും ഇവിടേക്ക് ഒന്ന് വരണം, നല്ല രസമായിരിക്കും നിങ്ങൾക്ക് എക്സ്പ്ലോർ. അതെ അതെ, നിങ്ങൾ ഇതിലൂടെ വരികയാണെങ്കിൽ ഇവിടേക്ക് ഒന്ന് വന്ന് പോകണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്താണെങ്കിലും. ഞങ്ങളുടെ ഫോണിൽ ചാർജും തീരാറായി. അപ്പൊ മിക്കവാറും ഇന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ ചാൻസ് കുറവാണ്, കാരണം ഫോണിലും ചാർജ് തീരാറായി. അതെ, അപ്പം എന്തായാലും കാണാം. ബൈ ബൈ ഗൈസ്. ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണ്. എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം ഓട്ടോയും വിളിച്ചു നോക്കി, പക്ഷെ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു. ബൈ. എല്ലാരും ഇറങ്ങി നടക്കുകയാണ്. നല്ല സൂപ്പർ വെയിലാണ്. ഞങ്ങൾക്ക് ഓട്ടോ ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. ഇന്ന് ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും തന്നെ ലീവിലാണ്. അപ്പം ഞങ്ങൾ ഇനി ബസ് കയറാൻ പോവാണ്. അപ്പം എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കൂടുതലും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഫോൺ എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തീർക്കുവാണ്. അപ്പൊ ബൈ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. റെഡി? ബൈ, സീ യു.